എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരം കൈനേകിയ സർവജ്ഞനായ അല്ലാഹുവേ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, മാനവന്റെ മകരമായ ഉന്നമനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് ദർശിക്കാൻ പറ്റുമെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഓട്ടുപാത്രം പോലെ കഴിച്ചിരുന്ന പരിശുദ്ധ മലയാളത്തിലെ അസംസ്കൃതരായ കാത്രബി സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയറവെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഹാനുഭൂതികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യജിച്ച, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം വരിച്ച സാക്ഷാത്കാര രക്ഷകൻ രാജകുമാരൻ തങ്ങളെ സ്നേഹിക്കൽ നമ്മളുടെ എല്ലാവരുടെയും നിർബന്ധ ബാധ്യതയാണ്. അന്ധകാരത്തിന്റെ അണ്ടകരാണ് തൊടിച്ച് ഇസ്ലാമിക പൈതൃകം കൊണ്ടെടുക്കാൻ സഹാബത്തുൽ കിറാമിന് സാധിച്ചത് മദീന പച്ചക്കായ പച്ചക്കുപ്പയുടെ കീഴിൽ സ്വപ്നം പണിത വിശ്വശില്പിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ കാരണത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കൽ നമ്മളുടെ എല്ലാവരുടെയും നിർബന്ധ ബാധ്യതയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഅ്മില അദകും ഹത്താ അകൂന ബൈനഹിം മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റ് ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവില്ല. യുദ്ധത്തിൽ മുത്തായ നബിയുടെ പള്ളിയിൽ പോയി ഇവരെന്ന് വന്ന കാഫില കൂട്ടങ്ങളാണ് അറിയുമോ? എന്റെ ഹബീബിനില്ലാത്ത പള്ളി എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് തന്റെ പള്ളിയിലോട്ടാണ് അടിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ കുബ്ബൻ നബി, ഇതാണ് മധുവിൻ നബി. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ആണ്ടിപ്പെട്ടികാരൻ നാട്ടിയുടെ സിനിമ കാണേ തിയേറ്ററിൽ പോയി നിൽക്കുമ്പോൾ ആ തിയേറ്ററിന് മുമ്പിൽ പിച്ചാത്തി പിടി കുത്തിക്കേറ്റി രക്തസാക്ഷിയാവുന്ന എന്റെ ചെറുപ്പക്കാരാ പ്പെട്ട റിയാലിറ്റി ഷോയിൽ കിട്ടിയോ പട്ടവും വാങ്ങി ഭാര്യയെ തോളിലേക്ക് ആവാസത്തിനൊട്ടി ഇത് വിവാഹത്തിന്റെ ലാഭമാണ് കരുതിപ്പോയ മുസ്ലിം ചെറുപ്പക്കാരാ. തിരുദൂതമുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലോട്ട് വരുമെന്നറിഞ്ഞപ്പോൾ മദീന നിവാസികൾ 3 രാവും പകലും ഒന്നുണ്ടെന്ന് കാത്തിരുന്നു. അവസാനം ഈന്തപ്പനമരത്തിൽ കയറിയിരുന്നവരാണ് ആദ്യം സ്വാഗതം പാടിയത്. തക്ബീർ വിളിക്കേണ്ടത് ഹബീബിന് വേണ്ടിയല്ലേ? മുദ്രാവാക്യം വിളിക്കേണ്ടത് മുത്തിന് വേണ്ടിയല്ലേ? സ്വാഗതം പാടേണ്ടത് ഹബീബിന് വേണ്ടിയല്ലേ? മുറുകെ പിടിക്കേണ്ടത് മുത്തിന്റെ സുന്നത്തുകളല്ലേ? എന്ത് സുന്നത്താണ് നമുക്കിടയിലുള്ളത്? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിക്കുളങ്ങൾ എല്ലാത്തരം രാജചാരികളും വാരി വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ഭീമസങ്ങളുടെ ഭാഗങ്ങൾ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നവരാണ് നാം. ഇനിയെങ്കിലും മാറണം സുഹൃത്തുക്കളെ. ലോക സാമ്രാജ്യത്തിന്റെ തീർച്ചയിലോട്ട് ക്ഷണിക്കപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ബഹുമാനപ്പെട്ട ബിൽമിൽ ആമിർ റളിയല്ലാഹു. ആ സമയത്ത് രാജ്യത്തിന്റെ സർവാഡംബര വിദൂച്ഛരായി ഡൈനിങ് ടേബിൾ മുമ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഈ തപ്പന്മാരെ കൊണ്ടുണ്ടാക്കിയ ഉറയും വാളുമിട്ട് 60 പാർട്ടി ചുന്നിച്ചേർത്ത വസ്തുക്കളെ ധരിച്ച് ദാരിദ്ര്യത്തിന്റെ പ്രതീകമായി കിടന്നു പോവുകയാണ് ഇബ്നുൽ ആമിർ റളിയല്ലാഹു. അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒരു ഇത്തിരി ഭക്ഷണം താഴോട്ട് വീണു. താഴെ വീണ ഭക്ഷണം ശുദ്ധിയായി കഴിച്ചപ്പോൾ രാജ്യത്തിന്റെ അടിമന്മാർ ചോദിച്ചു, എടാ പട്ടിണി പോവുമേ, മുഹമ്മദിന്റെ നാട്ടിൽ പട്ടിണി കടന്നു വന്നതാണോ? പട്ടിണി പോലെ അഭിനയിക്കുന്നതിനാണെന്ന് ചോദിച്ചപ്പോൾ ലോക സാമ്രാജ്യത്തിന് മുഖ്യ നേരെ വിളിച്ചോണ്ടി അനുദർത്ത സുന്നത്ത നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹൗല വലമക. ഏത് പരിഷ്കാരം ഇന്ന് ലോകത്ത് വന്നാലും എന്റെ ഹബീബിന്റെ സുന്നത്തുകൾ കൈവിടില്ല എന്ന് പറഞ്ഞ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ നമുക്കും മാറണം സുഹൃത്തുക്കളെ. നമ്മളെ പോലെ ഒരു ചെറുപ്പക്കാരൻ തന്നെയല്ലേ ഉബയ്യ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ആ ഉബയ്യ് ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ തൂക്കുകയിൽ കയറ്റാൻ പോകുമ്പോൾ മക്ക ഖുറൈശികൾ പറഞ്ഞു, ഉബയ്യേ ഇന്ന് ഞങ്ങൾ തൂക്കുകയിൽ കയറ്റാൻ ആഗ്രഹമില്ല. ഉബയ്യേ നിങ്ങൾക്ക് തൂക്കുകയിൽ കയറ്റാൻ ആഗ്രഹമില്ല. നീ ഞങ്ങൾക്ക് ഉപജീവിതം പഠിപ്പിച്ചവരല്ലേ ഉബയ്യേ? നീ ഞങ്ങൾക്ക് കച്ചവടം പഠിപ്പിച്ചവരല്ലേ ഉബയ്യേ? ഇന്ന് ഞങ്ങൾ ഈ തൂക്കുകയിൽ ഒഴിവാക്കി തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. സബ്ബ മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ
ആ സമയത്ത് എന്ത് പറഞ്ഞറിയുമോ, നിങ്ങൾ എന്റെ കൈവരുമ്പോൾ കണ്ടിട്ട് അതെന്റെ അബീബിന്റെ കാൽപാദത്തിൽ ഒന്ന് സ്പർശിക്കാൻ പറഞ്ഞാൽ അതുപോലും എനിക്ക് സാധിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പറഞ്ഞ് മക്ക ഖുറൈശായി പോയെങ്കിൽ അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുവാനും ഖൗറുൽ കുടിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണസമയത്ത് പോലും നമ്മെ എത്തിക്കളഞ്ഞ ആ മുത്തിനെ നാം ജീവനേക്കാൾ സ്നേഹിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.